KPMSന്റെ മുൻ ജനറൽ സെക്രട്ടറിയായിരുന്ന ഉന്നത ശ്രീകുമാറിന്റെ സാമ്പത്തിക അഴിമതി, ഏകാധിപത്യം, ഗുണ്ടായിസം തുടങ്ങിയ പ്രവൃത്തികളുടെ പേരിൽ 24/4/2010 എറണാകുളത്ത് ചേർന്ന സംസ്ഥാന കമ്മിറ്റി ഭൂരിപക്ഷ തീരുമാനപ്രകാരം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പുറത്താക്കിയിരുന്നു. ശ്രീകുമാറിനോടൊപ്പം നേതൃപ്രവർത്തകർ പങ്കാളികളായിരുന്ന അന്നത്തെ അസിസ്റ്റന്റ് സെക്രട്ടറി വി ശ്രീധരൻ, സംഘടനാ സെക്രട്ടറി KK കൊടുത്തുകൊണ്ട് പുറത്താക്കിയിരുന്നു. സംസ്ഥാന കമ്മിറ്റിയുടെ ഈ തീരുമാനം അംഗീകരിക്കാതെയും അനുസരിക്കാതെയും ഉന്നത ശ്രീകുമാറും കൂട്ടരും സംസ്ഥാന വ്യാപകമായി സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനെതിരെ KPMS സംസ്ഥാന പ്രസിഡന്റ് TV ബാബു, ജനറൽ സെക്രട്ടറി NK നീലകണ്ഠൻ മാസ്റ്റർ എന്നിവർ തിരുവനന്തപുരം 1ാം ക്ലാസ് അഡീഷണൽ മുനിസിപ്പൽ കോടതിയിൽ 2010 സിവിൽ 685 നമ്പറായി സമർപ്പിച്ച കേസിൽ വിശദമായ വാദം കേട്ട കോടതി KPMS എന്ന പേരോ ലെറ്റർ പേരോ സീലുകളോ രജിസ്റ്ററോ പതാക ഉപയോഗിക്കുന്നു, KPMSന്റെ പേരിൽ യോഗങ്ങളോ സമ്മേളനങ്ങളോ വിളിച്ചു ചേർക്കുന്നു, പണം പിരിക്കുന്നു നിരോധിച്ചുകൊണ്ട് 30/7/2010 വിധി പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. KPMSന്റെ പേരിൽ സമാന്തര പ്രവർത്തനം നടത്തുന്നത് ഇനി മുതൽ കോടതി ലക്ഷ്യത്തിന് ഇടയാകും. വിധിയുടെ സാക്ഷ്യപ്പെടുത്തിയ പ്രവർത്തിക്കുന്നവരെ വിധി നടപ്പാക്കുന്നത് നിർത്തിവെക്കണമെന്ന് വിധി പ്രഖ്യാപിച്ച കോടതിയോട് 4/8/2010 എതിർകക്ഷികൾ അപേക്ഷിച്ചിരുന്നു. വിധി പകർപ്പ് 5/8/2010 4 PM അനുവദിക്കപ്പെട്ടതോടെ ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി വീണ്ടും പ്രാബല്യത്തിൽ വന്നു. ഈ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് മാളയിൽ ഉന്നത ശ്രീകുമാറിന് വേണ്ടി വിമത പ്രവർത്തകർ KPMSന്റെ പേരിൽ ആഹ്ലാദ പ്രകടനം നടത്തിയ നിയമത്തിന്റെ അനുലംഘിച്ചു. KPMSന്റെ അംഗങ്ങൾ ഷെയർ എടുത്തുണ്ടാക്കിയ മാസ് ട്രസ്റ്റും ട്രസ്റ്റ് സ്വന്തമാക്കിയ ശ്രീ അയ്യങ്കാളി സ്മാരക യൂത്ത് സ്കൂളും പഞ്ചമേൽക്കൂട്ടങ്ങളും 5/3/1970 നമ്പർ ആയി രജിസ്റ്റർ ചെയ്ത 1970 മുതൽ പ്രവർത്തിച്ചു വരുന്ന കേരള മുതൽ മഹാസഭയുടെ നിയന്ത്രണത്തിലാണ്. ഈ സംരംഭങ്ങൾക്ക് വേണ്ടി നിക്ഷേപം മുടക്കിയുള്ള സമുദായ ജനതയെ തെറ്റിദ്ധരിപ്പിച്ച ശക്തിയുടെ വഞ്ചന വരും നാടുകളിൽ വ്യക്തമാകും. ഇതാണ് ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള പേപ്പർ. ഇതിനകത്ത് കൂടുതലായി വിശദീകരിക്കാനുള്ളത്, ഉന്നത ശ്രീകുമാറിനെ 24/4/2010 എറണാകുളത്ത് ചേർന്ന സംസ്ഥാന കമ്മിറ്റിയുടെ ഭൂരിപക്ഷ തീരുമാനപ്രകാരം പുറത്താക്കിയിട്ടുള്ളതാണ്. എന്നാൽ അയാൾ സമാന്തര പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമാന്തര പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വഞ്ചൂർ കോടതി 2010 അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം 5/8/2010 വിധി പകർപ്പ് കിട്ടുന്നവരെ, അതായത് 4 മണി വരെ, ആ 4 മണിക്കാണ് ഞങ്ങൾക്ക് കിട്ടിയ കോപ്പിയുള്ളത്. ഈ കോപ്പി നിങ്ങൾക്ക് സമർപ്പിക്കാം. ഇനി ഞങ്ങൾ പറഞ്ഞ തെറ്റാണ് നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ വക്കീലിന്റെ ഫോൺ നമ്പറും വക്കീലിന്റെ സ്റ്റേറ്റ്മെന്റും ഉണ്ട്. എന്തോ ശാഖകൾ ഒരിക്കലും അവരെ കൂടിയല്ല, അത് തിരിച്ചിരിക്കണം. ഇപ്പൊ നിൽക്കുന്ന നേതൃത്വം ഡിഗ്രിക്കുന്ന നേതൃത്വം ശാഖായോഗങ്ങൾ വിൽക്കാതെ അവർ നേതൃത്വപരമായി തീരുമാനിച്ചിരിക്കുന്നവർ കൂടെ നിൽക്കുന്നവർ ശാഖായോഗങ്ങൾ നേരെ തിരിച്ചോ നമ്മൾ പറയുന്നത് ഭൂരിപക്ഷം ഇപ്പോൾ ഇവിടെ 20ഓളം ശാഖകൾ ദയവായിട്ട് നമ്മൾ ചെയ്യാനുള്ള ഈ അന്തിമപക്ഷത്തിന്റെ, അതായത് ഇപ്പോൾ ഒപ്പാണ്. അതുപോലെ തന്നെ ബ്രാഞ്ചുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ശ്രീകുമാറിനെല്ലാം നിങ്ങൾ പറഞ്ഞു പഠിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളിലേക്ക് ഈ കോടതി വിധി അല്ലെങ്കിൽ ഇതിന്റെ സംഘടനയിൽ മുൻപുണ്ടായിരുന്ന കാര്യങ്ങൾ എത്തിയിട്ടില്ല, എത്തിപ്പെടണമെങ്കിൽ ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന മാളയെ നടത്തിയ പോലുള്ള ഉണ്ടായിരുന്ന പ്രവർത്തനം നടത്തിക്കൊണ്ട് ജനങ്ങൾ പേടിച്ചിട്ട് വിഭാഗം മാറിയുന്നവരുണ്ട്. പിന്നെ സ്പെഷ്യൽ ഈ കോടതി മാനേജ് മാറുന്നവരുണ്ട്. അവരൊക്കെ ഇപ്പോൾ സഭയ്ക്കൊപ്പം സഞ്ചരിക്കുകയാണ്. അതായത് കോടിക്കണക്കിന് രൂപ മുടക്കി മേടിച്ച് വലിയ കാശുള്ള ആളുകളാണ് അതിനെ നിൽക്കുന്നത്. അത് ഈ സംഘടനയാണെന്ന് ഇപ്പോൾ കോടതി പറഞ്ഞു കഴിഞ്ഞു. അതായത് നിങ്ങൾക്ക് ഇതിൽ കൃത്യമായി സഭ ഉണ്ടായിരുന്ന 70 മുതൽ ആ സംഭവം ഉണ്ടാകുന്ന സമയം വരെയുള്ള കാര്യങ്ങളിനകത്ത് നിർമ്മിച്ചിട്ടുണ്ട്. അടിസ്ഥാനമായി സഭയുടെ എല്ലാ രേഖകളും റെക്കോർഡുകളും നമ്മൾ